ഇത് മുതലക്കുളം പള്ളി. AD 1312 സ്ഥാപിതമായതെന്ന് കരുതുന്ന ഈ പള്ളി കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പള്ളികളിൽ ഒന്നാണ്. കോതമംഗലം രൂപതയാണ്. ഇവിടുത്തെ തിരുനാൾ വളരെ പ്രശസ്തമാണ്. മുതലക്കുളം മുത്തപ്പൻ എന്നാണ് ഗീവർഗീസ് സഹതായെ ഭക്തർ വിളിക്കുന്നത്. ഇത് ടൗൺ പള്ളിയാണ്. ഈ പള്ളി പുതുക്കിപ്പണിതാണ്. ഇതിൻ്റെ സ്ഥാപിതം 1852 കോതമംഗലം രൂപതയാണ്. ഇപ്പോൾ പുതിയ സ്റ്റാൻഡിന് സമീപത്തായി ഇത് പ്രവർത്തിക്കുന്നു. ഇതാണ് ചുങ്കം പള്ളി. 1-ാം നൂറ്റാണ്ടിൽ വില്ലാർപട്ടത്ത് നിന്നും, അതായത് ഇന്നത്തെ കോട്ടയ്ക്കിൽ നിന്നും കുറേ കനാനായക്കാർ നെടിയശാലയിലേക്ക് താമസം മാറി. അവിടെ കാട്ടാന ശല്യം മൂലം 1565 പച്ചിക്കര, കുഴമ്പിൽ, ഇല്ലിക്കൽ, ചേരിയിൽ എന്നീ 5 കുടുംബക്കാർ വടക്കങ്കൂർ രാജാവിൻ്റെ സാമന്ത രാജാവായിരുന്ന കീഴ്മല രാജാവ് മണികണ്ഠ വീരൻ്റെ ചുങ്കസ്ഥലത്തിനടുത്ത് താമസമാക്കുകയും മൈലക്കൊമ്പ് പള്ളിയിൽ നിന്ന് ആത്മീയ കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. ഇവർക്ക് സ്വന്തമായി ഒരു പള്ളി വേണമെന്ന് രാജാവിനോട് അറിയിച്ചു. രാജാവ് 1578 നവംബർ 11 പള്ളി പണിയുവാൻ ഉത്തരവാവുകയും രാജാവിൻ്റെ ചുങ്കസ്ഥലത്ത് പണിതതിനാൽ ചുങ്കത്ത് പള്ളിയെന്നും കാലക്രമേണ ചുങ്കം പള്ളിയെന്നും ഇത് അറിയപ്പെടുന്നു. ഈ കാണുന്ന പള്ളിയും ചരിത്രപ്രസിദ്ധമായ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. ഇത് നെടിയശാല പള്ളി തൊടുപുഴ പിറവം റോഡിൽ തൊടുപുഴയിൽ നിന്നും ഒരു 6 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു. AD 999 ഇത് പള്ളി സ്ഥാപിച്ചത്. എറണാകുളം ജില്ലയിലെ നാഗപ്പുഴയിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ സെൻറ്റ് മേരീസ് പള്ളിയാണ് ഈ കാണുന്നത്. AD 900 ഈ പള്ളി സ്ഥാപിതമായത്. ഈ ദേവാലയം ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം വിശ്വാസികളും തീർത്ഥാടകരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്.